അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാലമായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഒരു ലിബറൽ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിബറൽ ആങ്ങളയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഒരു റിയാക്ഷൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ എന്ന രീതിയിൽ വളരെ കുറച്ച് കാര്യം മാത്രം പറയാം. ഇത് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഒരു സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ജനങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങളുടെ കണ്ടെത്തലുകളും അതെല്ലാം വെച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായി കൊണ്ട് തന്നെ ആ വിഷയത്തെ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ ചില ആശയങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചില ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സയന്റിഫിക് പഠനങ്ങൾ, ശാസ്ത്രീയ പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും ഇതെല്ലാം മറച്ചു വെച്ച് പകരം സ്വന്തമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ച്, സ്വന്തമായി കുറെ കാര്യങ്ങൾ കഥ പോലെ പറഞ്ഞുണ്ടാക്കിയിട്ടും എന്റെ തോന്നലുകൾ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെയും ഈ രീതിയിലും ജനങ്ങളിലേക്ക് അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഈ സമൂഹത്തിന് ഗുണമുണ്ടാവണം, സമൂഹത്തിന് ശാസ്ത്രബോധം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശാസ്ത്രീയ പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും അതിലെ കണ്ടെത്തലുകളൊക്കെ യാതൊരു മടിയുമില്ലാതെ വളരെ സത്യസന്ധമായി കൊണ്ട് തന്നെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ആങ്കർ ആയിട്ടുള്ള 24 ന്യൂസിലെ തമ്മിൽ പ്രോഗ്രാം, ഈ തമ്മിൽ പ്രോഗ്രാമിൽ ഫാഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങളെ കുറിച്ചും മോഡലിങ്ങിനെ കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അബ്ദുള്ള അബ്ബാസിൽ അത് പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീകളുടെ ശരീരം പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്, നഗ്നത പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു പുരുഷന്റെ കണ്ണ്, ആ പുരുഷൻ ഒരു സ്ത്രീയുടെ നഗ്നത കാണുന്ന സമയത്ത് എന്താണ് പുരുഷന്റെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഒരു ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുന്നത്, ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഇത് വേണം നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും. കാരണം നമ്മളും പുരുഷന്മാരാണല്ലോ, അല്ലെ? നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പുരുഷന്മാരെല്ലാം മാന്യന്മാരാണ്, പുരുഷന്മാരുടെ തലക്കാലത്ത് ഇങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ സ്യൂഡോ സയൻസ് പറഞ്ഞുകൊണ്ട് നമുക്കും ജീവിക്കാം, അല്ലെ? നമുക്ക് അങ്ങനെയും മാന്യനായിക്കൊണ്ട് അഭിനയിച്ച് നടക്കാം. പക്ഷെ അതല്ലല്ലോ ശാസ്ത്രീയ പഠനങ്ങൾ പറയുമ്പോൾ. ശാസ്ത്രീയ പഠനങ്ങൾ എടുത്ത് പറയേണ്ടി വരും. ചിലപ്പോൾ അവിടെ പുരുഷന്മാർക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യം തുറന്ന് പറയേണ്ടി വരും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ഒരു ചർച്ചക്കകത്തിന്റെ ആ പെൺകുട്ടിക്ക് ചോദിക്കുന്നുണ്ട്, ഒരു പുരുഷന്റെ നഗ്നത കാണുന്ന സമയത്ത്, ഒരു ഷർട്ട് ഇടാത്തൊരു പുരുഷനെ കാണുന്ന സമയത്ത് എനിക്കും തോന്നുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി ചോദിച്ചത് വളരെ സത്യസന്ധമായുള്ള കാര്യമാണ്. കാരണം ആ പെൺകുട്ടിക്ക് തോന്നൂല എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ സെക്സിലേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് എന്തൊക്കെ കാരണമായി തീരുന്നുണ്ട് എന്നുള്ള പല കാര്യങ്ങളും സയന്റിഫിക് എവിഡൻസുകൾ വെച്ചുകൊണ്ട്, പഠനങ്ങൾ വെച്ചുകൊണ്ട് പറയുന്ന ഓരോ കാര്യത്തിനും എന്ത് പറയുമ്പോൾ സൈക്കോളജി വേണം, സൈക്കോളജി എടുത്തു എന്ന് പറഞ്ഞിട്ട്, അല്ലെ? എന്തായിക്കോട്ടെ, അങ്ങനെ ഏത് കാര്യത്തിലും തെളിവുകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇത് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സത്യം മനസ്സിലായി, അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ റെസ്പോൺസാണ് ഈ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേ സമയത്ത് നാട്ടിലെ പുതുശല്യായിട്ടുള്ള ലിബറൽ ആങ്ങളമാരും ലിബറൽ ബെസ്റ്റുകളും രണ്ടുപേരും വലിയ എതിർപ്പുമായിട്ട് വന്നത്. ഭയങ്കര ദേഷ്യം നമ്മളോട്. വേറെ ഒന്നുമില്ല, അവർ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സ്യൂഡോ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രചരിപ്പിച്ചിട്ടുള്ള ആ ഒരു കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ അവസ്ഥ, ഇതാണ് ബയോളജി, ഇതാണ് പ്യുവർ ബയോളജി. എന്താണ് പ്യുവർ ബയോളജി? നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഠനമല്ലല്ലോ ഇതില്, അത് പ്യുവർ ബയോളജി ആണെന്ന് പറഞ്ഞ് നമ്മളതിന്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരുപക്ഷെ നാളെ പെൺകുട്ടികൾ ചോദ്യവുമായിട്ട് വരുമോ, അല്ലെങ്കിൽ നാളെ പെൺകുട്ടികൾ അവരെ കൊണ്ടുവച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സ്യൂഡോ സയൻസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ആ ഒരു ബെസ്റ്റ് കളിച്ച് നടന്നിരുന്ന ആ ബെസ്റ്റ് കളിച്ച് അത് ഇല്ലാതായി പോകുന്നത് പേടിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരം ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ അവരുടെ മുഖംമൂടി, അവരണിഞ്ഞിട്ടുള്ള ഒരു മാന്യതയുടെ മുഖംമൂടി ഉണ്ടല്ലോ, ആ മുഖംമൂടി നാളെ അത് ജനങ്ങൾ വലിച്ചെറിയുമോ എന്ന് പേടിച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ടാകും. എന്തായാലും പല കോണിൽ നിന്ന് ഇത്തരത്തിലുള്ള ഓൺലൈൻ ലിബറൽ ആങ്ങളമാരും ലിബറൽ ബെസ്റ്റികളും വലിയ എതിർപ്പുമായിട്ടും വലിയ ദേഷ്യത്തോടു കൂടിയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, നമ്മുടെ സയൻസ് പറഞ്ഞത് കാരണം ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടാണ് നമ്മളോട് പലതരത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ബിഹേവ് ചെയ്തിട്ടുള്ള, ഇതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ വീഡിയോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത്. അദ്ദേഹം ഈ സിനിമക്കകത്തുള്ള എഴുത്തുകാരന്റെ പ്രശ്നങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കഥക്കകത്ത്, ആ സിനിമക്കകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഓരോന്ന് എടുത്ത് പെറുക്കി കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് അതിനെങ്ങനെ വ്യാഖ്യാനിച്ച് ഉപദേശിക്കുന്ന വ്യക്തി കൂടിയാണ് വ്യക്തി. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നമ്മൾ കൊണ്ടുവന്ന ശാസ്ത്രീയ പഠനങ്ങൾ അത് തെറ്റാണെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് പറയുന്നുണ്ട്. പക്ഷെ
ആ പറയുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയ പഠനങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ടുവന്ന പഠനങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് വല്ലത് കൊണ്ടുവരിക, അങ്ങനെ എന്ത് ഒരു അക്കാഡമിക് ലെവലിലാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ തുടക്കം കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ, അതായത് ഉണ്ണി ആങ്ങളയുടെ വീഡിയോ നമുക്ക് തുടക്കം തന്നെ കേൾക്കാം. നേരെ വീഡിയോ കേൾക്കാം. നമ്മൾ പണ്ട് ചാണകം മെഴുകുമായിരുന്നു മുറ്റത്തും പുറത്തും ഒക്കെ. പിന്നെ കുറെ വീടുകളിൽ അത് പുറത്ത് മെഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അധികം ആരും അങ്ങനെ വീടിന്റെ അകത്ത് ചാണകം മെഴുകുന്നത് കേൾക്കാറില്ല. അതുപോലെ ആടിനെ വളർത്തുകയാണെങ്കിൽ ആട് നമുക്ക് പാല് തരും, നമുക്ക് അറക്കാൻ കൊടുക്കാം, കുറെ കാര്യങ്ങൾ ഓമനിച്ച് വളർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ആട്ടുംകാട്ടം നമ്മൾ വീടിന്റെ ഫ്രണ്ട് റൂമിൽ കൊണ്ടുവന്ന് ഇടാറില്ല. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിന്റെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ ചർച്ചയ്ക്ക് എടുക്കുന്ന ടോപ്പിക്കുകൾ കാണുമ്പോൾ, അതായത് എല്ലാ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് വേണം. ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട്, ടോപ്പിക്കൊക്കെ കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഇവർ കൊണ്ടുവരുന്ന ആൾക്കാരാണ് എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഈ ആട്ടുംകാട്ടം, ഉണക്കമുന്തിരി, പിന്നെ അതേപോലെ തന്നെ ചാണകം, ഇത് വീടിന്റെ അകത്തിടുന്നത്, പുറത്തിടുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ആ ശാസ്ത്രീയ പഠനങ്ങളാണ് ഉണ്ണി തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഉണ്ണി ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഉണ്ണി ഞങ്ങൾ ഇത്രത്തോളം പ്രയാസപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രീയ പഠനങ്ങളാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഠനങ്ങളല്ലല്ലോ. അതിനിങ്ങനെ എത്ര പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ട്? വീട് തുടങ്ങുന്ന സമയത്ത് തന്നെ പുള്ളിക്കാർ ഭയങ്കര ദേഷ്യമാണ്. വേറൊന്നുമല്ല കാരണം. എന്താ കാരണം? എന്താ? ശാസ്ത്രം പറഞ്ഞു, നമ്മളതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കൊണ്ടുവന്ന് ഇവർ ഇത്രകാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്യൂഡോ സയൻസ്, സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നുണ പറഞ്ഞുകൊണ്ട് ലിബറൽ ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ശരിയാണ്. കാരണം ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം ലിബറൽ ആശയങ്ങൾ, ലിബറൽ വിശ്വാസങ്ങൾ, ലിബറൽ ആചാരങ്ങൾ, ഇതിന് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് ശാസ്ത്രീയ പഠനങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഉണ്ണി കൂളാ കണ്ണ് ചിമ്മ്. ആ ചർച്ചയിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് കടന്നു പോയാൽ പറ്റും. പിന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്, ഈ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനേ പറ്റും. അബ്ദുള്ള ബാസിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് മൊത്തം പ്രോഗ്രാം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, ഉള്ള തുണ്ടുപടമൊക്കെ കണ്ട് രാത്രി കാലങ്ങളിൽ മാത്രം ഫാഷൻ ചാനൽ നോക്കി നടന്നിരുന്ന ഒരു 3 എണ്ണത്തിന് അവർ ഈ പരിപാടിക്ക് കൊണ്ടുവന്നിരുന്നു. വളരെ മോശമായി. അവിടെ ഇരുന്ന ആൾക്കാർ തന്നെ, പാനലിസ്റ്റുകൾ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ഫാഷൻ ഷോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. പിന്നെ ഫാഷൻ ഷോ കാണിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ക്യൂ നിൽക്കുകയാണല്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഉണ്ണിയാങ്ങളെ ഈ ഫാഷൻ ചാനൽ കാണുന്നതും ഈ ഷോർട്ട് ഫിലിം കാണുന്നതൊക്കെ ഉണ്ണിയാങ്ങളുടെ ആശയം അനുസരിച്ചിട്ട്, ലിബറൽ ആശയം അനുസരിച്ചത് തെറ്റാണോ? അല്ല, അത് കാണുന്ന ആൾക്കാരൊക്കെ മോശക്കാരാണെന്ന് അഭിപ്രായം ഉണ്ണിയാങ്ങൾക്ക് ഉണ്ടോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കട്ടോ. കാരണം ഉണ്ണിയാങ്ങള ഈ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന തുടങ്ങത്തെ തന്നെ ഇത്തരം ആളുകളെ മേലെ ഓരോ ആരോപണങ്ങൾ വെച്ചിട്ടാണ്. അവർ ഫാഷൻ ചാനൽ കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ ഷോർട്ട് ഫിലിം കണ്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ഈ ഷോർട്ട് ഫിലിമൊക്കെ മെമ്മറി കാർഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഉണ്ണിയാങ്ങളെയാണോ? അല്ല, ഉണ്ണിയാങ്ങൾ ഇത്രത്തോളം ഉറപ്പിച്ച് പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാമല്ലോ. അല്ല, ഞാൻ ചോദിച്ചു തന്നെ ഉള്ളൂ കേട്ടോ. അല്ല, ഉണ്ണിയാങ്ങളെ ഒരു വിഷയത്തിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ തോന്നിയത് വിളിച്ചു പറയാന്നുള്ളതല്ല ഒരു ശൈലി. അതത് മനസ്സിലാക്കുക. ഉണ്ണിയാങ്ങളുടെ ആശയം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങളും തെറ്റാണ്. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ, ഈ ഷോർട്ട് ഫിലിം കാണുന്ന ആളുകൾ, ഈ ഒരു ഫാഷൻ ഷോ കാണുന്ന ആൾക്കാരൊക്കെ അവർ മോശക്കാരാണെന്ന് ഉണ്ണിയാങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നേ പറയാനുള്ളൂ, ഉണ്ണിയാങ്ങളെ പുരോഗമിച്ചിട്ടില്ല. ലിബറൽ ആശയം അനുസരിച്ച് ലിബറൽ ലോകത്തിലേക്ക് ഉണ്ണിയാങ്ങൾ എത്തിയിട്ടില്ല. ഉണ്ണിയാങ്ങൾ എപ്പോഴും പഴയ ഏതോ ഒരു BC കാലഘട്ടത്തിൽ, ഏതോ ചക്രം ഉരുട്ടി നടക്കുന്ന കാലഘട്ടത്തിലുള്ള ആ ഒരു കാലത്താണ് ഉണ്ണിയാങ്ങൾ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഉണ്ണിയാങ്ങളെ പുരോഗമിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവായിട്ടുള്ള മൊറാലിറ്റി ഉണ്ട്. കൃത്യമായി തെറ്റെന്ന് പറയാൻ സാധിക്കും. ഉണ്ണിയാങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും. നമ്മൾ പ്രയാസപ്പെടുത്തുന്നില്ല. കാരണം ഈ ലിബറൽ ആശയം കൊണ്ട് നടക്കുന്ന ആൾക്കാരോട് നമ്മൾ മൊറാലിറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അവർക്കൊന്നും പറയാൻ ഉണ്ടാവാറില്ല. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അതിനെ പ്രയാസപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാം. സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇന്ന് പറയുന്ന ഒരു കാര്യം നാളെ തെറ്റാണെന്ന് തോന്നുകയോ അപൂർവമാണെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആഡ് ചെയ്യപ്പെടും, ചിലപ്പോൾ തിരസ്കരിക്കപ്പെടും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള സയന്റിഫിക് എന്ന് തോന്നിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഉണ്ണിയാങ്ങളുടെ വീഡിയോക്കകത്ത് പറയുന്നതിൽ കറക്റ്റ് സാധനം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മളോടല്ല പറയേണ്ടത്, ഇത് പറയേണ്ടത് വേറെ ചില ആൾക്കാരോടാണ്. അതായത് ചില ആളുകൾ അവർ ശാസ്ത്രമാണ് എല്ലാം, ശാസ്ത്രം മാറ്റമില്ലാത്തതാണ്, ശാസ്ത്രമാണ് ആത്യന്തികമായിട്ടുള്ള സത്യം, എല്ലാത്തിനും ശാസ്ത്രം ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രത്തിന് ഒരു ഒബ്ജക്റ്റീവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളോടാണ് ഇത് പറയേണ്ടത്, നമ്മളോടല്ല. നമ്മളിത് അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഈ വിഷയം ഉണ്ണിയാങ്ങളെ പറഞ്ഞത് കൃത്യമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്. പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഒരു സംശയമില്ലാന്ന്. ശരിയാണ്, ഉണ്ണിയാങ്ങളെ ഇത് തുറന്നു പറഞ്ഞു, നന്ദിയുണ്ട്, താങ്ക് യു. തീർച്ചയായിട്ടും തുറന്നു പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഉണ്ണി ഞങ്ങളപ്പോൾ തുറന്നു പറഞ്ഞത് ശരിക്ക് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. നമ്മളൊരു ശാസ്ത്രീയ പഠനം കൊണ്ടുവന്നല്ലോ, ആ പഠനം ഉണ്ണിയങ്ങളുടെ ആശയത്തിന് അഗെയിൻസ്റ്റ് ആണല്ലോ, അപ്പൊ പിന്നെ തള്ളണല്ലോ, തള്ളുമ്പോൾ ഒരു കാരണം പറയണല്ലോ, അങ്ങനെ വേണ്ടിയിട്ട് വേറൊന്നും അല്ലാന്ന്. അങ്ങനെയുള്ള ഉടായ്പക കാണിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടോ വല്ല കാര്യമുണ്ടോ ഉണ്ണിയങ്ങളെ? അല്ലെ, നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ പെറുക്കിയെടുക്കുക, ബാക്കിയുടെ തള്ളിക്കളയുക എന്നുള്ളത് നിങ്ങളുടെ ആശയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്, നിങ്ങളുടെ ലിബറൽ വിശ്വാസങ്ങൾക്ക് അഗെയിൻസ്റ്റ് വരുന്ന സമയത്തൊക്കെ
തള്ളുക എന്നുള്ളത്, സയൻസിനെ തള്ളുക എന്നുള്ളത് ഒരു നല്ല സ്വഭാവമാണ് ഉണ്ണിയാങ്ങളെ. ഒന്ന് ചിന്തിക്കുക, അല്ലെ, ഒന്ന് ചിന്തിക്കുക. ഇത്രയും നേരം സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ വിഷയത്തിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഫാഷൻ ഇൻഡസ്ട്രിയും സ്ത്രീകളും, അതാണ് അബ്ദുള്ള ബാസിൽ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നപ്പോൾ പറഞ്ഞത്. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം അതൊന്നും ആയിരുന്നില്ല, പുള്ളിയാണ് അതിനിടയ്ക്ക് അതെടുത്തിട്ടുള്ളത്. ഈ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാഷനിലെ പുതിയ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ അച്ഛനും എന്റെ അപ്പൂപ്പനും പാന്റ് ഷർട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട്. അതിന് മുമ്പുള്ള ആൾക്കാർ മുണ്ട് ഷർട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട്. ഞാനും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് കളറിന്റേതായിട്ടുള്ള മെറ്റീരിയൽസിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. അതേസമയം സ്ത്രീകളുടെ വസ്ത്രധാരണം മാത്രം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാരിയുണ്ട്, ചുരിദാറുണ്ട്, പല തരത്തിലുള്ള ഡ്രസ്സ് പല ഒക്കേഷൻസിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിനോട് കൂടുതൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് ശാസ്ത്ര പഠനമായിട്ടൊന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും അത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന, മാറ്റങ്ങളെ വസ്ത്രത്തിന്റെ കാര്യത്തിലോ ഫാഷന്റെ കാര്യത്തിലോ മാത്രമല്ല, ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഏറ്റവും അധികം മുന്നോട്ട് പോയിട്ടുള്ള ജെൻഡർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. 25-30 വർഷങ്ങൾക്ക് മുമ്പ് എത്ര സ്ത്രീകൾ വാഹനം ഓടിക്കുമായിരുന്നു? ഇപ്പൊ എത്ര സ്ത്രീകൾ വാഹനം ഓടിക്കുന്നുണ്ട്? എത്ര പേർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു? എത്ര പേർക്ക് ഇന്ന് വിദ്യാഭ്യാസമുണ്ട്? ഒരു കാര്യം ഉണ്ണിയാങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും വിളിച്ചു പറയാന്നുള്ളതല്ലല്ലോ, എന്തെങ്കിലും എടുത്ത് വിളിച്ചു പറയാന്നുള്ളതല്ല ചെയ്യേണ്ടത്. ആ വിഷയത്തിലേക്ക് ഇപ്പോഴും ഉണ്ണിയാങ്ങളുടെ എത്തിയിട്ടില്ല. എന്താണ് എത്താത്ര മടി? അല്ല, എന്താണ് മടി എന്ന് പറയണം. കാരണം ഉണ്ണിയങ്ങൾ ഇവിടെ പറയുന്നത് ഏതോ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച്, സ്ത്രീകൾക്ക് ചുരിദാറുണ്ട്, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവർക്ക് മിഡിയും ടോപ്പും ഉണ്ട്, വ്യത്യസ്ത വസ്ത്രങ്ങളുണ്ട്, സോ വാട്ട്. അതേപോലെ തന്നെ അച്ഛൻ മുണ്ടിട്ട് നടക്കാറുണ്ടായിരുന്നു, ഇപ്പൊ പാനിട്ട് നടക്കാൻ തുടങ്ങി, സോ വാട്ട്. വിഷയത്തിലേക്ക് വാ. ശാസ്ത്രീയ പഠനങ്ങൾ നമ്മൾ പറഞ്ഞ ശാസ്ത്രീയ പഠനങ്ങൾ എതിർക്കുന്നുണ്ട്, ശാസ്ത്രീയ പഠനങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ അക്കാഡമിക് നിലവാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, അങ്ങനെ പറയാൻ ശ്രമിക്കുക. പിന്നെ ഉണ്ണി ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ ശാസ്ത്രീയ പഠനങ്ങളായിട്ട് പറയുന്നതല്ല, ആളുടെ തോന്നലുകൾ എന്ന് പറയാം. തോന്നലുകൾ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ ശാസ്ത്രീയ പഠനങ്ങളൊക്കെ മാറ്റിച്ച് തോന്നലുകളിലേക്ക് കടക്കും. ഉണ്ണി ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു അക്കാഡമിക് ചർച്ചകളിൽ, അക്കാഡമിക് വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്തൊന്നും ഈ തോന്നലുകൾക്ക്, ഉണ്ണിയങ്ങൾക്ക് ഇന്ന് തോന്നി, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്ക് ഇങ്ങനെ തോന്നി എന്നുള്ള തോന്നലുകൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ല ഉണ്ണിയങ്ങളെ. ആ തോന്നലുകൾ എടുത്തിട്ട് തോട്ടിലേക്ക് വലിച്ചെറിയും, അത്രേ ഉള്ളൂ. അതെടുത്ത് വലിച്ചെറിയും. കാരണം അങ്ങനെയല്ല അക്കാഡമിക് ചർച്ച അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയല്ല ഒരു ശാസ്ത്രീയ പഠനം. ആ ശാസ്ത്രീയ പഠനം അങ്ങനെ അല്ല കൗണ്ടർ ചെയ്യേണ്ടത്. തോന്നലുകൾക്ക് പ്രാധാന്യം ഇല്ല. ഉണ്ണിക്ക് തോന്നിയതല്ല അപ്പുറത്തെ ആൾക്ക് തോന്നുക, രവിചന്ദ്രന് തോന്നുക, രവിയണ്ണന് തോന്നിയതല്ല മറ്റവന് തോന്നുക. തോന്നലുകൾക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം ഉണ്ണിയാങ്ങളോട് പറയാനുള്ളത്, ഈ കാര്യങ്ങൾ എങ്ങനെ ഒരു അക്കാഡമിക് ചർച്ച അത് കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ബാക്കിയോട് കേൾക്കാം. ഇവിടെ നിയമമുണ്ട്, ഇവിടെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ എനിക്ക് കയറി പിടിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ മോശമായി ബിഹേവ് ചെയ്തോളൂ എന്നല്ല അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ അതെനിക്ക് തരുന്ന സിഗ്നൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന, പുരുഷൻ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സ്ത്രീയുടെ ശരീരം കണ്ട് പുരുഷൻ എങ്ങാനും ഒരു ഉത്തേജനം ഉണ്ടായാലോ അതുകൊണ്ട് സ്ത്രീനെ അടച്ചു വെക്കണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലെ സെൻസാണ്? ഏത് നൂറ്റാണ്ടിലെ സെൻസാണ്? ഇവിടെ മതങ്ങൾ ചെയ്യുന്ന ഒരു വൃത്തികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരുഷൻ അട്രാക്ഷൻ തോന്നും, ശാസ്ത്രവും അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നും, അപ്പോൾ ഒരു പെൺകുട്ടിയെ വേണം അവളെ സൂക്ഷിക്കാൻ എന്നാണ് മിക്കവാറും മതങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കയറി പിടിക്കാനുള്ളതാണ് എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം കൂടി അതിന് വരുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉണ്ണിയുടെ വീഡിയോ നമ്മൾ മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഫാലസി കാണാൻ സാധിക്കും, ഒരുപാട് ന്യായ വൈകല്യങ്ങൾ കാണാൻ സാധിക്കും. അത് പെറുക്കി എണ്ണിയെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക്കാണ്. അത് വേണമെങ്കിൽ നമുക്കൊരു ഗെയിമായിട്ട് നമുക്ക് വേറെ പിന്നെ എപ്പോഴെങ്കിലും ഒരു ഗെയിമായിട്ട് തന്നെ അങ്ങോട്ട് അനൗൺസ് ചെയ്യാം. കാരണം അത്ര സാധനം ഉണ്ട് ഇതിനകത്ത്, അത്രത്തോളം ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ എല്ലാം റിയാക്ട് ചെയ്യുന്നില്ല, കുറച്ച് കാര്യം മാത്രം നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഒരു ഇതാണ് അവസ്ഥ. നമ്മൾ പറയാത്തൊരു കാര്യം നമ്മളെ മേലെ ആരോപിക്കണം. സ്ട്രോമാൻ. നമ്മൾ പറയാത്തൊരു കാര്യം, സ്ത്രീയുടെ ശരീരം കാണുന്ന സമയത്ത് അത് അവളെ കയറി പിടിക്കാനുള്ള ലൈസൻസാണ്. ആരാ പറഞ്ഞത്? ഉണ്ണി. ആരാ പറഞ്ഞത്? ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടില്ല. പിന്നെ ഉണ്ണി പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഞങ്ങൾക്കറിയില്ല. ഉണ്ണി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ണി സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഇല്ലാത്ത കാര്യം നമ്മളെ മേലെ ആരോപിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു ഫാലസി ഉപയോഗിക്കുന്നത്, ന്യായവൈകര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ ചില ആളുകൾ അറിയാതെ ന്യായവൈകര്യങ്ങൾ ഉപയോഗിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടൊക്കെ അവർ അറിയാതെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കും. ഈ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതിന് കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു വിഷയത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയയാണ് ഈ ഫാലസി ഉപയോഗിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള സയൻറ്റിഫിക് പഠനങ്ങൾ ഇതുവരെ തൊടുന്നതിന് പകരം ഒരു പുകമറ ഉണ്ടാക്കുക. ഈ ആളുകൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉണ്ണിക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല, ഉണ്ണിക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഉണ്ണിക്ക് പറഞ്ഞ ഒരു സ്റ്റോറി അത് ഉണ്ടാക്കിയെടുക്കണം. കുറേ സിനിമ കണ്ടതിൻ്റെ പ്രശ്നമാണ്. കുറേ സിനിമ കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് ഇതിൻ്റെ പ്രശ്നം അതൊക്കെ ഇങ്ങനെ സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുക. ആ സ്റ്റോറി ഉണ്ടാക്കിയെടുത്തിട്ട് ജനങ്ങൾ കാണുമ്പോൾ ആൾക്കാരിക്കും എന്താ, ഓ ഈ പയ്യന്മാർ ഇത്ര മോശക്കാരാണോ, അല്ലേ, പയ്യന്മാരും മറ്റേ ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് കയറി പിടിക്കാൻ നടക്കുന്നവന്മാരാണോ, അയ്യയ്യ ഇത്ര മോശം പയ്യന്മാരാണോ അവരൊക്കെ. എന്താ ഉണ്ണി ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ശാസ്ത്രീയ പഠനങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളല്ലേ.
അല്പം നാണവും മാനവും ഒക്കെ ഈ വിഷയത്തിൽ വേണം എന്നുള്ള എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. പിന്നെ സ്ത്രീ ശരീരം അത് കാണുന്ന സമയത്ത് അത് കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ള കാലഘട്ടം, ആ ഒരു സമൂഹം കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത്. അതിങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പറയണത്. ഉണ്ണി ഇപ്പോഴും ഇങ്ങനെ പുരോഗമിക്കുന്നുള്ളൂലേ. ഞങ്ങളൊക്കെ ഓൾറെഡി ഇത് അറിയുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ അത് ഓൾറെഡി കൃത്യമായി കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു അന്യ സ്ത്രീയുടെ ശരീരം നോക്കി ആസ്വദിക്കാൻ പോലും പാടില്ല. ചിന്തയിൽ പോലും ഒരു അന്യ സ്ത്രീയുടെ ശരീരം നോക്കിയിട്ട് അവൾ വസ്ത്രം ഇട്ടവളാണ് ശരി, വസ്ത്രം ഇടാത്തവളാണ് ശരി, ഇട്ട ആളായിക്കോട്ടെ ഇടാത്ത ആളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എന്തായാലും ആ പെണ്ണിനെ നോക്കി ആ പെണ്ണിനെ കുറിച്ച് ഇനിയിപ്പോൾ കാണാതൊരു പെൺകുട്ടിയെക്കുറിച്ച് സ്വന്തമായി ചിന്തിച്ചുണ്ടാക്കുന്നതും തെറ്റനെയാണ്. പ്രദർശിപ്പിക്കുന്നത് മാത്രമല്ല ഉണ്ണി, നമുക്കിതെല്ലാം കൃത്യമായി കാണാൻ പോലും ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നിലെ കയറി പിടിക്കൽ അല്ല, ആദ്യം ഏറ്റവും ബേസിക് കാര്യം അല്ലേ, ഏറ്റവും ആ ചിന്തയിലേക്ക് കയറി പിടിക്കലെന്ന് പറയുന്ന ആ ഒരു മോശം റൈപ്പ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ജനങ്ങൾ എത്തപ്പെടുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ തുടക്കം പോലും പാടില്ല എന്ന് പറയുന്നത്. ഏറ്റവും ചെറുത് കണ്ടുകൊണ്ടുള്ള വ്യഭിചാരം അല്ലേ, നാവ് കൊണ്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശം പറയുക, നാവ് കൊണ്ട് വ്യഭിചരിക്കുക എന്ന് റസൂൽ പറഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ല. നാവ് കൊണ്ടുള്ള വ്യഭിചാരം, ചെവി കൊണ്ടുള്ള വ്യഭിചാരം, ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശം വാക്കുകൾ കേട്ട് അത് ആസ്വദിക്കുക, ഇതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ. ഉണ്ണി ഇപ്പോഴും ഞങ്ങളുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഉണ്ണൊരു കാര്യം ചെയ്യും, ഉണ്ണി നിൽക്കുന്ന ഒരു പുരാതന ബേസിക് കാലഘട്ടം ഉണ്ടല്ലോ, ആ ചക്രക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ ചക്ക ഉരുട്ടി വരാതെ ഒരു കഴുതയെ വാങ്ങി കഴുതപ്പുറത്ത് കയറിപ്പോയി അറ്റ്ലീസ്റ്റ് AD കാലഘട്ടത്തിലേക്ക് എത്താൻ നോക്ക്. പക്ഷേ എൻ്റെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിന് ശേഷം സ്വാഭാവികമായി ഒരു പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പുരുഷന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നും. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ തലമുറ, അതായത് മനുഷ്യന്റെ അടുത്ത തലമുറ ഇവിടെ നിലനിന്ന് പോകാൻ ആവശ്യമാണെന്നേ. അതിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും മാത്രമല്ല തോന്നുക, ഇറ്റ്സ് എ സ്പെക്ട്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെയും പ്രിഫറൻസുകൾക്കനുസരിച്ച് ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞും വന്നേക്കാം. അപ്പോൾ ചോദിക്കും, നാളെ ഒരാൾ പട്ടിയാണെന്ന് പറഞ്ഞു വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ. അമ്മാതിരി സാധനങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് അത് ശരിയാണ്, കറക്റ്റാണ്. നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരം പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തിട്ടുള്ളത്. പിന്നെ ചോദിക്കില്ലല്ലോ, അല്ല നമ്മൾ പ്രയാസപ്പെടുത്തുന്നില്ല, നമ്മൾ ആരും ചോദിക്കുന്നില്ല. കമന്റ് ബോക്സിൽ ആരും ചോദിക്കരുത് കേട്ടോ, ആരും ചോദിക്കരുത് ക്വസ്റ്റ്യൻ. കാരണം അവർക്കത് ഇഷ്ടപ്പെടില്ല, അവർക്ക് സങ്കടം വരും. അപ്പോൾ ചോദിക്കില്ല പ്ലീസ്, ചോദിക്കുന്നില്ല. ആ കമന്റ് ബോക്സിൽ ആരും ഇട്ടിട്ടുണ്ടെങ്കിലും അതൊരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല അതുകൂടി പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ സയൻറ്റിഫിക് പഠനങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ഉണ്ണി ഞങ്ങളെ അതിനാണ് വലുതാക്കിയിട്ട് അങ്ങോട്ട് വലിയ സംഭവമാക്കി മാറ്റിയിട്ടുണ്ട്, അതായത് സ്പെക്ട്രമാക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയ സാധനമായിരുന്നു, ഉണ്ണി ഞങ്ങളിപ്പോൾ അതിനെ ഒരു സ്പെക്ട്രമാക്കി വെച്ചിട്ട് ഒരുപാട് അട്രാക്ഷനൊക്കെ ഉണ്ട്, ഇടയിൽ കൂടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വലിയ സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയോട് കേൾക്കാം. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ള ബാസിൽ പൊക്കിക്കൊണ്ട് വരുന്ന മറ്റൊരു കണക്കുണ്ട്. അതായത് ഈ പുരുഷന്മാർ പ്രശ്നക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പഠനം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയോ, പുരുഷന്മാരിൽ 35% ആളുകളും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്ന് പഠനം വന്നിട്ടുണ്ട്. ശാസ്ത്രത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്. അബ്ദുള്ള ബാസിൽ പറഞ്ഞ ശാസ്ത്രത്തിന് ഒരു ഭയങ്കര കുഴപ്പമുണ്ട്. ഈ പറഞ്ഞ സ്റ്റഡി ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 35% എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ചുറ്റുമുള്ള 35% പുരുഷന്മാരും പ്രശ്നക്കാരാണെന്നല്ല. അതിൻ്റെ സാമ്പിൾ സൈസ് വളരെ ചെറുതാണ്. അബ്ദുൾ ബാസിൽ പറയുന്നത് ഇന്ത്യ ഒട്ടാകെ നടന്നിട്ടുള്ള ഒരു സർവേ കുറിച്ചല്ല, ഒരു ചെറിയ ഗവേഷണ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിനോട് ചോദിച്ചാണ്. അവർ ഗവേഷണ വിദ്യാർത്ഥികളാണ്, അവർ നമ്മുടെ നാട്ടിലുള്ളവരല്ല. നമ്മുടെ നാട്ടിലെ 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ് എന്നൊന്നും ഈ സ്റ്റഡി പറയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു സയന്റിഫിക് അടിത്തറയില്ല. സയൻസിൽ അല്ലെങ്കിൽ സയൻസ് പഠിച്ചിട്ടുള്ള ആരോ എവിടെയോ എന്തോ സാധനം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചോ എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള പുരുഷന്മാർ 35% പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള പുരുഷ സമൂഹത്തെയും കൂടി ചേർത്തോണ്ടാണ് അയാൾ പറയുന്നത്. ചിലപ്പോൾ അബ്ദുള്ള ബാസിന്റെ ചുറ്റുമുള്ള പുരുഷന്മാരിൽ 35%, അതായത് അബ്ദുള്ള ബാസിലും ഒരു 50 കൂട്ടുകാരും ഉണ്ടെങ്കിൽ അതിൽ 4 പേര് പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആയിരിക്കാം, നമുക്കറിയില്ല. ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല. അല്ലെങ്കിൽ അങ്ങനെ അവസാനം 19 മിനിറ്റ് കഴിഞ്ഞ സമയത്ത്, ഇത്ര നേരം സംസാരിച്ചിട്ട് 19 മിനിറ്റ് ആയ സമയത്ത് നമ്മൾ ഉണ്ണി നമ്മൾ കൊണ്ടുവന്ന ശാസ്ത്രീയ പഠനം, ആ പഠനത്തിനെ കൗണ്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ശാസ്ത്രപരമായിട്ടുള്ള പുതിയ പഠനങ്ങൾ കൊണ്ടുവന്നിട്ട് കൗണ്ടർ ചെയ്ത് നമ്മൾ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. ഇതിന് ഒറ്റത്തണ്ട് ആ പഠനം തള്ളി. അതും എങ്ങനെയാണെന്നറിയോ, ഒരു സാമ്പിളിനകത്ത് നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പഠനം, ആ പഠനം തള്ളുന്നത് സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയില്ല, മറ്റവൻ അങ്ങനെയില്ല, ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും, മറ്റവൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പം നമ്മൾ പഠനം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പഠനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവർ എൻ്റെ വീട്ടിനപ്പുറത്തുള്ള രാജപ്പൻ അങ്ങനെയല്ലല്ലോ, സുരേന്ദ്രേട്ടൻ അങ്ങനെയല്ലല്ലോ, ഉസ്മാൻക്ക് അങ്ങനെയല്ലല്ലോ, അത് ഞാൻ അങ്ങനെയല്ലല്ലോ, അത് ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പഠനത്തിന് തള്ളും. ഇതിന് ഒരു ഫാലസി എന്ന് പറയും. ഇതും ഒരു ഫാലസിയാണ് അല്ലെ, അനക്ഡോട്ടൽ ഫാലസി. ശാസ്ത്രീയ പഠനം, ആ പഠനം അത് ഒരു സാമ്പിളിൽ നടത്തിയിട്ടുള്ള പഠനം, ആ പഠനത്തിനെ തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എക്സാമ്പിളുകൾ, സ്വന്തം ആശയത്തിന് എഗെയിൻസ്റ്റ് ആണ് ഒറ്റ കാരണം കൊണ്ട് തള്ളുകയാണ് ചെയ്യണത്. ഒറ്റ കാരണം അതുകൊണ്ട് തള്ളിക്കളയാം. ഇങ്ങനെ തള്ളുന്നത് എന്തിനാ ഉണ്ണി ഞങ്ങളെ? പിന്നെ പറയാണ് ഇത് ഗവേഷണ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പഠനമാണെന്നുള്ളത്. സോ വാട്ട്? അതോട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗവേഷണ വിദ്യാർത്ഥികൾ അവർ പ്രായം കുറഞ്ഞ LKG കുട്ടികളാണെന്നുള്ളതാണോ? ആരാണ് ഈ ഗവേഷണ വിദ്യാർത്ഥികൾ?
ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള സാമൂഹിക വിഷയങ്ങളൊക്കെ ഇടപെടുന്ന അത്രത്തോളം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ബോധ്യമുള്ള ആളുകൾ, ആ ഒരു ഈ ഗവേഷണ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിലാണ് ഇത് കാണിക്കുന്നതെങ്കിൽ 35% ഈ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന ഒരു റിസൾട്ട് കാണിക്കുന്നതെങ്കിൽ അത് ചെറിയ കാര്യമാണോ? ഇത്ര നേരം വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറെ പറഞ്ഞു നടന്നതല്ലേ, അത് ചെറിയ കാര്യമാണോ? അല്ലല്ലോ, അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലേ? സ്വാഭാവികമായിട്ടും ഈ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നടത്തിയ പഠനം എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഇതിന്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിക്കും അത് നെഗറ്റീവ് അല്ല, അത് കൃത്യമായിട്ടൊരു പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന കാര്യം കൂടിയാണ്. ആസ്വദിക്കുകയും അല്ലാത്ത സമയത്ത് എതിർക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇവര് ഇത് നഗ്നത അല്ല എന്ന് പറയുമ്പോൾ അബ്ദുൽ ബാസിൽ ചാടി കയറി. അപ്പോൾ ശരീരം കാണിക്കുന്ന ഫാഷൻ ഷോ ഞങ്ങൾക്ക് എതിർക്കാമോ? യെസ്, നിങ്ങൾക്ക് എതിർക്കാമെന്ന് ഉണ്ണിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമാധാനമായി. ഒരുപാട് കാലമായിട്ടുള്ളൊരു സങ്കടമായിരുന്നു, അതിന് എതിർക്കാൻ പറ്റുന്നില്ലല്ലോ, കാരണം ഉണ്ണിയങ്ങളെ സമ്മതിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. ഇപ്പം വളരെ ആശ്വാസമുണ്ട്. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഉണ്ണിയങ്ങളെ വേറെ കുറച്ച് ടിപ്സ് പറയാൻ പോകുന്നുണ്ട്, കൂടി കേൾക്കാം. ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത് പോയിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ടോ നിങ്ങൾക്ക് പറയാം ഫാഷൻ ഷോ വളരെ മോശമാണ്, അത് നിരോധിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഞാൻ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംഖ്യയായി മാറിയേക്കും. താലിബാൻ ഭരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലൂ, അവിടെ നിങ്ങൾക്ക് പറയാം, അവിടെ നിങ്ങൾക്ക് ഫാഷൻ ഷോ നിരോധിക്കാം, നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് നിരോധിക്കാം, നിങ്ങൾക്ക് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് നിരോധിക്കാം, പുരുഷൻ കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, വിദ്യാഭ്യാസം പാടില്ല, വണ്ടി ഓടിക്കാം. സൗകര്യമില്ല ഉണ്ണി, സൗകര്യമല്ല. ഞങ്ങൾ എതിർക്കും, പബ്ലിക്കായിട്ട് എതിർക്കും. എന്താ പ്രശ്നം? ഉണ്ണിക്ക് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ടെങ്കിൽ ഉണ്ണി റൂമിന്റെ അകത്തിരുന്ന് കിടന്ന് കരഞ്ഞോ, അല്ലാതെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട. ഞങ്ങൾ അതിനെ എതിർക്കും. സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് സ്ത്രീയെ വിൽപ്പന ചരക്കാക്കുന്ന, സ്ത്രീ ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്യുന്ന അത്തരത്തിലുള്ള ഫാഷൻ ഇൻഡസ്ട്രികളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, ഞങ്ങൾ എതിർക്കും, ഉറപ്പായിട്ട് എതിർക്കും. ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ലോകോത്തര മത്സരങ്ങൾ, സൗന്ദര്യ മത്സരങ്ങൾ, ഈ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ ബിക്കിനി ഇടൽ എന്നുള്ളത് അത് നിർബന്ധമാണത്. ഒരു പെൺകുട്ടിക്ക് ആ ബിക്കിനി ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇവർ പറയുന്നത് എന്താണ്? സൗന്ദര്യ മത്സരം എന്ന് പറയുന്നത് ബാഹ്യമായ സൗന്ദര്യം ഇല്ല എന്ന് പറയാം. പക്ഷെ അതേ സമയത്ത് അതേ ചാനൽ ചർച്ചയിൽ തന്നെ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് അവർ 20 കിലോളം വെയിറ്റ് കുറച്ചു എന്നുള്ളത്. എന്തിന്? തടി കുറച്ചു എന്നുള്ളത്. എന്തിനാണ്? സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്. എന്തുകൊണ്ട് വെയിറ്റ് കുറക്കുന്നത്? അല്ല, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം വെയിറ്റ് കുറക്കേണ്ട ആവശ്യമുണ്ടോ? പക്ക ക്ലിയർ ആയിക്കൊണ്ട് ഫിസിക്കൽ അപ്പിയറൻസ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബിക്കിനി ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കോൺടെസ്റ്റുകളിൽ നിർബന്ധമാക്കപ്പെട്ടത്? അതിൽ ഒരു കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ 1920s മുതൽ തന്നെ ഈ വിഷയം കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീ സൗന്ദര്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ ഒരു ബിക്കിനി എന്നുള്ളത് എപ്പോഴും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. വേറൊരു പരസ്യമായിട്ട് രഹസ്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് വാങ്ങാൻ ആൾക്കാർ വേണ്ടേ, സ്പോൺസേഴ്സിന് കിട്ടണ്ടേ, അല്ലെങ്കിൽ അത് ചാനലുകൾ വാങ്ങണ്ടേ? ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊക്കെ വേണം. ഇത്തരത്തിലുള്ള ബിക്കിനി ഭാഗങ്ങളൊക്കെ അതിനകത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വാങ്ങാൻ ആൾക്കാർ വരില്ല. കാരണം ചാനൽ വാങ്ങിയിട്ട് ചാനൽ വിറ്റ് പോകുമല്ലോ, ചാനൽ വാങ്ങി വെച്ച് വല്ല കാര്യമുണ്ടോ? കാരണം ആൾക്കാർ കാണാൻ വരണ്ടേ? അത് കാണണമെന്നുണ്ടെങ്കിൽ, ആൾക്കാരെ കിട്ടണം, ഓഡിയൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിലൂടെ വേറൊരു ഫാലസി കൂടി ഉണ്ണി ഞങ്ങളെ കുത്തിക്കയറ്റുന്നുണ്ട്. അതാണ് ആഡ് ഹോമിനം ഫാലസി. നമ്മളെ താലിബാനുമായിട്ടും ഐസിസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുക. ഉണ്ണി ഞങ്ങൾ ഇവിടെ നിൽക്ക്, നിങ്ങൾ ജനിച്ചത് അവിടെ നിന്നല്ലേ, ഇവിടെ ജനിച്ച് ഇവിടെ നിൽക്ക്, എന്തിനാ അങ്ങോട്ട് കുത്തിക്കയറ്റുന്നത്? അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ പേര് മുസ്ലിം പേരാ. അതെ, മുസ്ലിം പേര് അബ്ദുള്ള അല്ലെങ്കിൽ ഉസ്മാൻ മുസ്ലിം പേരാണ്, മുസ്ലിമാണ്. സ്വാഭാവികമായിട്ടും ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് താലിബാനിസിലേക്കും ഐസിസിലേക്ക് കൊണ്ട് ചേർക്കും. അതാണ് സ്ഥിരം പരിപാടി, അതാണ് നാട്ടു നടപ്പ്. ആ ഒരു നാട്ടു നടപ്പ് നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല. അല്ല, അതുകൊണ്ട് ഉണ്ണിയാണ് നമ്മൾ സംഖ്യ വിളിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പോട്ടെ, നമ്മളെ വിളിക്കുന്നില്ല, നമുക്ക് താല്പര്യമില്ല. നമുക്ക് അതിന് ഒരാളെ കയറിയിട്ട് സംഖ്യകളൊന്നും വിളിക്കാൻ താല്പര്യമൊന്നുമില്ല. നമുക്ക് അതിന് ആവശ്യമല്ല. നിങ്ങളെ പോലെ എന്ത് കിട്ടിയാലും നേരെ നീ താലിബാനി അല്ലടാ, നീ മറ്റേ ICC അല്ലടാ എന്ന് ചോദിക്കുന്ന പരിപാടി നമുക്കില്ല. റിയൽ ലൈഫിന്റെ അകത്തുള്ള, റിയൽ ലൈഫ് പോലും ഇല്ല, റിയൽ ലൈഫിന്റെ അകത്തുള്ള, സിനിമക്കകത്തുള്ള അതിനകത്ത് കാണുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതിലുള്ള പ്രശ്നങ്ങൾ, PC എന്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്, നായകൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടറോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, കൊമേഡിയൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, നായകൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് വാ തോരാതെ ഉപദേശിക്കുന്ന വ്യക്തിയാണ് ഈ ഉണ്ണി ആങ്ങള, ഓൺലൈൻ ലിബറൽ ആങ്ങള. ഉണ്ണിയുടെ ഒന്നേ പറയാനുള്ളൂ, ഉപദേശം കൊള്ളാം ഉണ്ണി, ഉപദേശം പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആദ്യം സ്വയം നന്നാവണം. സ്വയം നന്നായിട്ട് മറ്റുള്ളവർ ഉപദേശിച്ചാൽ മതി. ഒരു മുസ്ലിമാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നൊരൊറ്റ കാരണം കൊണ്ട് താലിബാനിയും ICSകാരനും ആക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിയിട്ട് സ്വയം നന്നായിട്ട് ഈ പണിക്കിറങ്ങുക. ഞങ്ങള് പറഞ്ഞ കാര്യം തെളിയിക്കാൻ തയ്യാറാണ്, ഒരു സംശയമില്ല. അത് പബ്ലിക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ അത് ലൈവിലായിക്കോട്ടെ, തയ്യാറാണ്, ഒരു പ്രശ്നമല്ല. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാനും അത് തെളിയിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ തെളിവുണ്ട്. ഉണ്ണി പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്ന് ഉണ്ണിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉണ്ണി തെളിവെടുത്ത് സംസാരിക്കാവുക. ഞങ്ങൾ തയ്യാറാണ്.
ഇനി ഉണ്ണിക്ക് വേണമെങ്കിൽ ഇതൊന്ന് എസ്കേപ്പ് ആവാട്ടോ, നമ്മൾ നിർബന്ധിക്കുന്നില്ല. കാരണം ലിബറൽസിനെ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിബേറ്റൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പലതും പറഞ്ഞിങ്ങനെ രക്ഷപ്പെടാൻ നോക്കാറുണ്ട്. ഉണ്ണിയുടെ ഇഷ്ടമാണത്, ഉണ്ണിക്ക് നിർബന്ധമില്ല വരാനായിട്ട്. നമ്മൾ പറയുകയാണ്, നമ്മൾ തയ്യാറാണ്. പബ്ലിക് ആയിക്കൊണ്ടും ലൈവ് ആയിക്കൊണ്ടും സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് ഉണ്ണി മനസ്സിലാക്കുക. ഉണ്ണിക്ക് പുറമെ പിന്നെ വേറൊരു മണ്ണുണ്ണി കൂടി ഇതേപോലെ തന്നെ കാക്കാ പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നത് കാണുന്നുണ്ട്. കാര്യമായിട്ട് ഒരു പോയിന്റ്സും ഇല്ലാത്തത് കൊണ്ട് റിയാക്ഷൻ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ കയ്യിലൊന്നുമില്ല എന്നുള്ളത് വീഡിയോ കണ്ട സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ നമ്മൾ കൊണ്ടുവന്ന സയന്റിഫിക് പഠനങ്ങളെ എതിർക്കാനുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു കാര്യം പോലും പുള്ളിക്കാരന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് കരഞ്ഞോളാം. നമ്മളെന്തായാലും എടുക്കാൻ പോകുന്നില്ല. താങ്ക് യു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.